രാഹുൽ മാങ്കൂട്ടം MLA-ക്ക് നേരെ അതിജീവിതം നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ, അതിന് പിന്നാലെ ഔദ്യോഗികമായ പരാതി, ആ പരാതി രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന് പോലീസ് ഇരുട്ടിൽ തപ്പുകയാണോ, അതോ നമ്മുടെ കേരള പോലീസ് ഒളിച്ചുകളി തുടരുകയാണോ? നിർണായകമായ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന വിധി എന്ത് എന്ന് കാത്തിരിക്കുകയാണോ? ചോദ്യങ്ങൾ നിരവധിയാണ്. ഉത്തരം ഒരുപക്ഷെ ഇന്ന് ആ കോടതി വിധിയോടുകൂടി നമുക്ക് ലഭ്യമായേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിച്ചു കഴിഞ്ഞു എന്നാണ് കേരള പോലീസ് ഇപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എങ്കിൽ നമുക്കുറപ്പിച്ചു പറയാം, ഇന്ന് ജാമ്യാപേക്ഷയിന്മേൽ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും ഒരു സ്റ്റേഷനിലോ കോടതിയിലോ കീഴടങ്ങും എന്നതിൽ ഒരു തർക്കവും ഉണ്ടാകില്ല. അതല്ല, ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം തള്ളുകയാണ് എങ്കിൽ പോലീസിന് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ സാധിക്കുമോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ നിർണായകമായ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുമ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദ്യം ചേരാൻ പോകുന്നത് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി കൂടി അത് കോൺഗ്രസിന് മാത്രമല്ല മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടക്കം ഏറ്റവും നിർണായകമാകുന്ന ഒരു വിധിയാകും വരാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഈ വിധിക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് കോൺഗ്രസ് തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ വാർത്താ ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നലെ വാദം നടന്നതിൻ്റെ വിശദാംശങ്ങൾ, ഒപ്പം ഇന്ന് കോടതി ആവശ്യപ്പെട്ടത് കുറച്ചുകൂടി ഡോക്യുമെന്റുകളാണ്, ഡിജിറ്റൽ രേഖകളാണ്. അത് സമർപ്പിക്കുവാനുള്ള സാവകാശം ആണ് അന്വേഷണ സംഘം തേടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന വിവരങ്ങൾ ആയിരിക്കും സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം ഇന്ന് കോടതിക്ക് മുന്നിൽ നൽകാനും പോകുന്നത്. ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ് ഡാൻ? അഭിലാഷ്, കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 മണിക്കൂറിനോട് അടുപ്പിച്ച് ശക്തമായ വാദപ്രതിഭാഗമാണ് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിൻ്റെയും ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നത്. പക്ഷേ കോടതി ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. രേഖകൾ എന്ന് പറഞ്ഞാൽ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അത് അധിക തെളിവുകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രധാനമായി കോടതിയിൽ ഹാജരാക്കുന്നത് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിൻ്റെ FIR-ലെ വിശദാംശങ്ങളാകും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതായത് ഈ ഇരയായ യുവതിക്ക് നേരിടേണ്ടി വന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, സമാനമായ തരത്തിലുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പക്ഷേ നിയമപരമായി പരാതിയുമായി പലരും രംഗത്തെത്താൻ തയ്യാറാകാതിരിക്കുന്നത് ഇയാളെ ഭയന്നിട്ടാണ് എന്ന കൃത്യമായ പരാതിയായിരുന്നു. 2ാമത് KPCC അധ്യക്ഷന് 23-കാരിയായ യുവതി നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട പരാമർശം. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കുകയുമായിരുന്നു. അങ്ങനെയാണ് ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ചിൻ്റെ യൂണിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടെ FIR രജിസ്റ്റർ ചെയ്ത കേസെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കേസിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടക്കം, FIR-ലെ വിവരങ്ങൾ അടക്കം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരിക. ഇന്നും 2 സാധ്യതകൾ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നിലനിൽക്കുകയാണ്. അതിൽ ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്. MLA എന്ന പ്രിവിലേജ് അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. കാരണം അദ്ദേഹം രാജിവെക്കുകയോ രാജിവെക്കാൻ ആരും ഔദ്യോഗികമായി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഈ രണ്ടും ഉള്ളതുകൊണ്ട് അദ്ദേഹം നിലവിൽ സാങ്കേതികമായി MLA ആണ്. MLA ആയ ഒരാൾക്ക് സ്വാഭാവികമായി ലഭിക്കാവുന്ന ചില പ്രിവിലേജുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകാനുള്ള സാധ്യത ഈ ഘട്ടത്തിലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആ കർശനമായ ഉപാധികളോടെ അന്വേഷണവുമായി ഏതു വിധേനയും സഹകരിക്കുമെന്ന് ഇന്നലെ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത്ത് കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കർശനമായ ഉപാധികളോടെ ഒരുപക്ഷെ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, സമാനമായ പരാതികൾ വീണ്ടും ഉയർന്നു വരുന്നുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പരിഗണിച്ചുകൊണ്ട് ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് ഇരകളെ സ്വാധീനിക്കാനും അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട് എന്ന വാദം അത് കോടതി അംഗീകരിച്ചാൽ ജാമ്യം തള്ളാനുള്ള സാധ്യതയുമുണ്ട്. ഈ 2 സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇതിലൊന്ന് 11 മണിക്ക് തന്നെ വാദം ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 12 മണിക്കകത്ത് തന്നെ ചിലപ്പോൾ വിധി പറഞ്ഞേക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇന്ന് അധിക നേരം വാദം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇന്നലെ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ വിശദമായി തന്നെ കോടതി പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും നിയമപരമായും രാഷ്ട്രീയമായും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വരുന്ന 2 മണിക്കൂർ നിർണായകമായിട്ടുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ കോൺഗ്രസ് പാർട്ടി കടുത്ത ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിക്കും.
ജാമ്യം ലഭിച്ചാൽ എന്തായിരിക്കും പാർട്ടിയുടെ നിലപാടെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. പക്ഷേ വലിയ തരത്തിലുള്ള സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി, തീർച്ചയായും ഡാൻ, രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ട ഒരു മുൻകൂർ ജാമ്യ വിധിയാണ് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വാദം നടന്നത് എന്നുള്ളതാണ്. അത് ഡാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 2 മണിക്കൂറോളമാണ് വാദം നടന്നത്. അടച്ചിട്ട മുറിയിൽ ആയിരുന്നു പ്രധാനപ്പെട്ട വാദങ്ങൾ എല്ലാം നടന്നത്. എങ്കിൽ പോലും നമുക്ക് ആ വാദത്തിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ തീർച്ചയായും സാധിക്കും. ആ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. പ്രത്യേകിച്ച് എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇതിലേറ്റവും നിർണായകമെന്നത് ഇരയുടെ വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള FIR, അതിനുശേഷം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ. ആ വാദം ആയിരുന്നു ഇന്നലെ പ്രധാനമായും ഉന്നയിച്ചത്. എങ്കിൽ ആ വാദം എന്തൊക്കെ എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അവിടെയാണ്, അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നതിന് പകരം ഈ പ്രോസിക്യൂഷന്റെ വാദം എന്നത് ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച വാദമുഖങ്ങൾക്കായിരുന്നു പ്രധാനമായും ഊന്നൽ നൽകിയത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ തന്നെ നിരവധിയായ ആളുകൾ ഇത്തരത്തിൽ സമാനമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഈ അതിജീവിതയെ കാണേണ്ടത്. അതുകൊണ്ടാണ് രാഹുൽ എന്നത് സ്ഥിരം കുറ്റവാളിയാണ് എന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയും ഇത്തരം കുറ്റവാസനയുള്ള ഒരാൾക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചാൽ നിരവധിയായ ആളുകളുമായി ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണം തുടർന്നു പോയാൽ ഇതിലേറെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കും. അപ്പോൾ ഓരോ മണിക്കൂറുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ സ്ഥിരം കുറ്റവാളിയായ ഒരാൾക്ക് ജാമ്യം നൽകരുത്. ഇങ്ങനെയൊരു അതിജീവിത രംഗത്ത് വന്നുവെങ്കിലും ഇതുപോലെ നിരവധിയായ ആളുകൾ പുറത്തു വരാത്തവരായി ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ജാമ്യം ലഭിച്ചാൽ പരാതിക്കാർക്ക് ഭീഷണി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ കേട്ടതാണ്. അതായത് ഈ അതിജീവിതയുടെ ആദ്യത്തെ ശബ്ദ സംഭാഷണമടക്കം പുറത്തു വന്നത്, രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ ആദ്യം കേട്ടത് അങ്ങനെ ഒരു ഭീഷണി സ്വരം ആയിരുന്നു. അതിജീവിത രാഹുൽ മാങ്കുട്ടത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ എനിക്ക് ഒരു നിമിഷം പോരെ എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതിജീവിതയെ കൊലപ്പെടുത്തുവാൻ പോലും മടിയില്ലാത്ത ഒരാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇതിൽ നിന്ന് ഇരകളെ പിന്തിരിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുത്. ജാമ്യം ലഭിച്ചാൽ പരാതിക്കാർക്കത് ഭീഷണിയാകും എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദം എന്നത് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാദങ്ങൾ കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്, ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന് പറയുന്നതിന് പുറമെ ജാമ്യം ലഭിച്ചാൽ അത് ഭീഷണിപ്പെടുത്തും, അന്വേഷണവുമായി നിലവിൽ സഹകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാദം. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയാണ്, നിയമ സംവിധാനങ്ങളോട് കൂറു പുലർത്തേണ്ട ആളാണ്, നിയമ സംവിധാനങ്ങൾ അനുശാസിക്കുന്ന തരത്തിൽ ജീവിക്കേണ്ട ആളാണ്. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി കഴിഞ്ഞ വ്യാഴാഴ്ച ആയിരുന്നു പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകുന്നു. നിമിഷങ്ങൾക്കകം ആ പരാതി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നു. അപ്പോൾ ആരംഭിച്ച വിവരശേഖരണമാണ്. പ്രാഥമികമായ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം പാലക്കാടാണ് ഉണ്ടായിരുന്നത്. കണ്ണാടി എന്ന് പറയുന്ന പ്രദേശത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം ആ നിമിഷം മുങ്ങിയതാണ്. അതിനുശേഷം ഇതുവരെയും പൊങ്ങിയിട്ടില്ല. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. പോലീസിന് അത് അറിയുമോ എന്നതിൽ വ്യക്തതയുമില്ല. എന്തായാലും നിലവിൽ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാദങ്ങൾ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പ്രോസിക്യൂഷൻ ഉയർത്തിയത്. സാക്ഷികളെ സ്വാധീനിക്കും എന്നതടക്കം സാക്ഷികളെ ഇരയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇപ്പോഴും ചില വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ പെൺകുട്ടി ആരോടൊക്കെയാണ് സംസാരിച്ചത് എന്നത് നമുക്കിനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെയൊക്കെ ഒരുപക്ഷെ സാക്ഷികളാക്കി മാറ്റുവാനുള്ള സാധ്യത നമുക്ക് കാണാം. പല ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടം അവിടേക്ക് എത്തിയത്, അതായത് ഫ്ളാറ്റിൽ ഉൾപ്പെടെ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും ഒപ്പമുണ്ടായിരുന്നോ? ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നോ? അങ്ങനെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കുവാനുള്ള വലിയ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം വാദമുഖങ്ങൾ എല്ലാം തന്നെ ഇന്നലെ പ്രോസിക്യൂഷൻ ഉയർത്തി. അതിന് മറുവാദവും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്നത് അന്വേഷണ സംഘവുമായി സഹകരിക്കാൻ ഒരുക്കമാണ്, എന്തുപാധിയും അംഗീകരിക്കാൻ ഒരുക്കമാണ്. ജാമ്യം ലഭിച്ചാൽ
അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത് പോലെ ഏത് ഘട്ടത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. ഗർഭചിത്രം നിർബന്ധിക്കപ്പെട്ടിട്ടില്ല, ബലാത്സംഗമല്ല നടന്നത് എന്നിങ്ങനെയുള്ള വാദങ്ങൾ ആയിരുന്നു ഉയർത്തിയത്. അവിടെയാണ് നേരത്തെ ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ ചില ഡേറ്റകൾ കൂടി ആവശ്യമായി വന്നിരുന്നു. ചില ഡേറ്റകൾ കൂടി, അതായത് ഡോക്യുമെന്റുകൾ കൂടി പരിശോധിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും അത് സമർപ്പിക്കാനുള്ള സമയം ലഭിക്കുകയും ചെയ്തത്. ഇനി നമ്മൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം അത് രാഷ്ട്രീയമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ